വെള്ളായണിക്കായൽ എന്ന ഈ മനോഹര തീരത്ത് നിൽക്കുമ്പോൾ ഒരു കാലത്ത് പുഞ്ചവേലികളായിരുന്ന ഈ കായൽ ഇന്ന് മാറി ഈ പുഞ്ച ഇന്ന് മാറി കായലായി മാറിയിരിക്കുന്നു. പുഞ്ച കായലായി മാറിയിരിക്കുന്നു. കായൽ തന്നെ ആകട്ടെ പൊഴി മുറിച്ച് ഈ വെള്ളായണിക്കായലിൻ്റെ ഒരു ഭാഗത്ത് നാം കാക്കാബോലിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പൊഴി മുറിച്ച് ഏകദേശം ഈ മധ്യഭാഗം വരെ കായലായിരുന്നു. കായലിന് മുമ്പ് ഇത് പുഞ്ചയായിരുന്നു. പുഞ്ച വയലുകൾ മൺമറഞ്ഞ് പുഞ്ച വയലുകൾ നശിച്ച് നെൽകൃഷി നശിച്ച് ഇത് കായലായി മാറി. ഇത് ശരിക്കും പണ്ട് ചിലപ്പോൾ ശ്രീമൂലം തിരുനാളിനുമൊക്കെ മുമ്പ്, അതിനു മുമ്പ് മാർത്താണ്ഡവർക്ക് മുമ്പ് പണ്ട് വയനാട്ടിലെ പുഞ്ചവയൽ നെല്ലറയായിരുന്നിരിക്കണമെന്നല്ല ആണ്. എല്ലാത്തിനും സാക്ഷിയായി അങ്ങ് അകലെ മുക്കുന്നിമല നിൽപ്പുണ്ട്. ഈ മുക്കുന്നിമല സാക്ഷിയായി നിൽക്കുമ്പോൾ പുഞ്ച കൃഷിക്ക് സംഭവിച്ചിട്ടുള്ള മധുരത്തിൻ്റെ കണ്ണീർ കയമാണ് നാം ഇന്ന് കാണുന്ന ഈ വെള്ളായണിക്കായൽ. കേരളത്തിൻ്റെ കാർഷിക സമൃദ്ധി അധപ്പതിച്ച് വിനോദസഞ്ചാരത്തിൻ്റെ കേളി ഭൂമികയായി മാറുന്ന ഒരു തപ്തനിശ്വാസത്തിൻ്റെ ഓളപ്പരപ്പുകളാണ്. ഈ പള്ളിയോടകൾ തുഴഞ്ഞ് ചെന്താമരപ്പൂക്കൾ വിരിഞ്ഞ് ഈ മനോഹര തീരത്ത് നിൽക്കുമ്പോൾ ആ കഥകൾ ഓർക്കാതെ തരമില്ല. ഇന്നിവിടം ഒരു ടൂറിസ്റ്റ് സങ്കേതമായി മാറിയിരിക്കുന്നു. ഈ ടൂറിസ്റ്റ് സങ്കേതത്തെ കൂടുതൽ വളർത്താനായി സർക്കാരും അക്ഷീണ നടത്തുകയാണ്. ഇതല്ലാതെ മറ്റ് പോംവഴികളൊന്നുമില്ല. ടൂറിസം എന്ന് പറയുന്ന ആളുകൾക്ക് ആനന്ദമുണ്ടാക്കുന്ന ആ പ്രക്രിയയിലേക്ക് പുഞ്ചകൃഷി എന്ന് പറയുന്ന ഒരു മഹാസംസ്കൃതി നിവേദിച്ചു കഴിഞ്ഞ ഈ കാഴ്ച ഒരുപക്ഷെ ചിലരെങ്കിലും പലരും തിരിച്ചറിയണമെന്നില്ല. ഈ കായൽപ്പരപ്പിൽ വീഴുന്ന ഈ ഓളപ്പരപ്പിൽ ഇന്ന് പള്ളിയോടങ്ങൾ തുടങ്ങി നീങ്ങുകയാണ്. ഒരു കാലത്തെ അല്പകാലം മുമ്പ് വരെ നിറയെ ചെന്താമരപ്പൂക്കൾ ഇന്ന് കാണാനില്ല. നിറയെ ആഫ്രിക്കൻ പായലിൻ്റെ പൂക്കൾ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ അടുത്തിടെ നടത്തിയിട്ടുള്ള ശുചീകരണ പ്രക്രിയയാണ്. ഈ ശുചീകരണ പ്രക്രിയയുടെ തിരിശേഷിപ്പുകളായി നമുക്ക് ഇവിടെ മൺകുന്നുകൾ കാണാവുന്നതാണ്. ഈ മൺകുന്നുകൾ ഉണ്ടാവാൻ കാരണം ഈ ചെറിയ ദ്വീപ് പോലുള്ള രസകരമായ കാഴ്ചയാണ്. പുല്ലുമൊക്കെ നിറഞ്ഞിട്ടുള്ള ഈ മൺകുന്നുകൾ, ഇതുവരെ മൺകുന്നുകൾ കാണാം. ഈ മൺകുന്നുകൾ ഇവിടെ ടൂറിസം വികസിപ്പിക്കാനായി മണ്ണ് കോരി മാറ്റിയപ്പോൾ ഉണ്ടായ മൺകുന്നുകളാണിത് ഈ കാണുന്നത്. നിരവധി അപൂർവമായിട്ടുള്ള ചലച്ചിത്രങ്ങൾ ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങ് ദൂരെ കാണുന്നത് കള്ളിച്ചെല്ലമയിലെ കരിമുകിൽ കാട്ടിലെ രജനീതൻ വീട്ടിലെ കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാ
പാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴും പൊന്നരഞ്ഞാണം ഭൂമിക്കു ചാർത്തിയ പുഴയുടെ കാന്തപ്പുളിനത്തിൽ പൊന്നരഞ്ഞാണം ഭൂമിക്കു കാർത്തിയ പുഴയുടെ കാന്തപ്പുളിനത്തിൽ നിൻ മൃദുസ്മേരത്തിനിന്ദ്രജാലം കണ്ടു നിൻ മൃദുസ്മേരത്തിനിന്ദ്രജാലം കണ്ടു നിത്യവിസ്മയവുമായി ഞാനിറങ്ങി സഖി ഞാനിറങ്ങി. കായാമ്പൂ കണ്ണിൽ വിരിയും കമലജലം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. ആ കടത്തുവെള്ളം കെട്ടിയിട്ട ഈ ഗാനം ഉൾക്കൊള്ളുന്ന കള്ളിച്ചെമ്മലിലെ ആ രംഗം ചിത്രീകരിച്ചത് ഈ കാണുന്ന ടവറിന് സമീപമുള്ള കടവിലാണ്. അങ്ങനെ വിദൂര കാഴ്ചകൾ നിരവധി ഓർമ്മകൾ അയവിറക്കുന്നതാണ് ഈ വെള്ളായണിക്കായലിൻ്റെ ഓളപ്പരപ്പുകളും ഇതിൻ്റെ തീരവുമെല്ലാം. ഇതിൻ്റെ മറുകരയിലേക്ക് നോക്കിയാൽ മറുകരയും കായലിൻ്റെയും വേർതിരിച്ചുകൊണ്ട് ഒരു ചെമ്മൺ പാത കാണാം. ഈ ചെമ്മൺ പാതയിൽ നീളുന്നത് അങ്ങ് പുഞ്ചക്കരിയിലേക്കാണ്. പുഞ്ചക്കരിയിലേക്ക് നീളുന്ന ഈ ചെമ്മൺ പാതയുടെ മറുഭാഗത്താകട്ടെ ഇന്ന് വാഴക്കൃഷിയാണ്. വാഴയും പ്രധാനമായി വാഴയും മറ്റനേകം പച്ചക്കറി ഇനങ്ങളും മരച്ചീനിയും ഒക്കെ വിളയുന്ന ഒരു കാർഷിക മേഖലയാണ് കായലിൻ്റെ മറുഭാഗത്ത് ആ ചെമ്മൺ നിറത്തിൻ്റെ ഓരത്ത് നാം കാണും. കാറ്റിലുയിലാടുന്ന പോക്കുയിൽ ചുംബിച്ചുണർത്തുന്ന ഈ വാഴയിലകളും മരച്ചീനി വിളകളും ചേതോഹരമായ കാഴ്ച തന്നെ. എന്നാൽ ഇത് നട്ടുവളർത്തുന്ന കർഷകർ കാൽപ്പറ്റിക്കലല്ലാത്തതിനാൽ നട്ടുവളർത്തുന്ന കർഷകർ അത്രയ്ക്ക് നല്ല അവസ്ഥയിലാണെന്ന് പറയാൻ പറ്റുകയില്ല. പണ്ടാണെങ്കിൽ രാജഭരണകാലത്തും മറ്റുമാണെങ്കിൽ ഇത് കൃത്യമായി വെള്ളം തേകി മാറ്റാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. ഭരണം ദ്രുതഗതിയിൽ അതിവേഗം ബഹുദൂരമായതോടുകൂടി ഇതിനൊക്കെയുള്ള സമയം പലപ്പോഴും കിട്ടാതെ വരുന്നു. ആരുടെയും കുറ്റമല്ല, വേഗത എത്രത്തോളം, അതിവേഗം ബഹുദൂരം. ടൂറിസം പച്ചപിടിക്കുന്ന കാഴ്ചയാണ് എങ്ങും കാണുന്നത്. ഈ നിരത്ത് നീണ്ട് അങ്ങ് കാക്കാമൂലേക്ക് പോകുന്ന വഴികളിലെല്ലാം ഇരുഭാഗത്തും ടൂറിസത്തിൻ്റെ ചത്തുരകൾ, ടൂറിസത്തിൻ്റെ മതിൽക്കെട്ടുകൾ ഉയരുന്നത് നമുക്ക് കാണാം. കാർഷിക വൃത്തി മാറി ടൂറിസത്തിലേക്ക്
സ്ഥാപനമോ അല്ലെങ്കിൽ എന്താണെന്ന് പറയാനാകില്ല. ടൂറിസമെങ്കിൽ ടൂറിസം, കൃഷി നശിച്ച് വിനോദസഞ്ചാരത്തിന് വളക്കൂറുള്ള മണ്ണാകുമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. എന്നാലും കൃഷി നശിക്കുന്നത് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഒരു വേദന തന്നെയാണ്, തീരാത്ത വേദന. അങ്ങനെ തീരാത്ത വേദനയുടെ ഒരു കണ്ണീർ കയമാണ്, കണ്ണീർ ചാലാണ് ഈ വെള്ളായണിക്കായൽ. ഈ തടാകത്തിൽ എത്രയോ കർഷകരുടെ കണ്ണീര് വീണ് കുതിർന്ന രംഗങ്ങൾ നമുക്ക് കാണാം. പലരെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർക്കെല്ലാം, കൃഷിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രം, ഒരൊറ്റ വാക്ക് മാത്രം: കാർഷിക മേഖല തകർന്ന് നിലം പൊത്തുന്നു. കാറ്റിൽ, വെള്ളപ്പൊക്കത്തിൽ വാഴക്കന്നുകൾ കടപുഴകി വീഴുന്നു. ഇത് യാഥാർത്ഥ്യം. ഈ സത്യം നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. നാം വ്യവസായ വിപ്ലവമെന്നും വിനോദസഞ്ചാര പാഞ്ചാരിമേളമെന്നുമൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുമ്പോഴും കർഷകൻ്റെ കണ്ണുനീർ, അതിന് ആര് വില പറയും? അവരാണല്ലോ, കൃഷിക്കാരാണല്ലോ, കർഷകരാണല്ലോ ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികൾ. അവരെവിടെ പോയി? ഈ വാഴത്തോപ്പിനെയും മരച്ചീനികളെയും ഒക്കെ വേർതിരിക്കുന്ന നീർച്ചാലുകൾ എവിടെയോ അവൻ്റെ തേങ്ങൽ, കർഷകൻ്റെ തേങ്ങൽ, അവൻ്റെ ആർത്തനാദം നമുക്ക് കേൾക്കാം. ആ ആർത്തനാദം കൂടുതലായി ഉയരാതെ കാർഷിക മേഖലയെ മറ്റേത് മേഖലയും എന്ന പോലെ, വ്യവസായമെന്ന പോലെ, വിനോദസഞ്ചാരമെന്ന പോലെ കൃഷിയെയും നമുക്ക് കൈപിടിച്ചുയർത്താം. അതിനായി കൂട്ടായ യജ്ഞങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഒരു വിനോദസഞ്ചാരമെന്ന പോലെ ഈ കർഷകനെയും വഹിച്ചുകൊണ്ടുള്ള ആർപ്പുവിളികൾ ഉയരുന്ന ഈ ജലനൗകയിൽ നമുക്ക് അവൻ്റെ കണ്ണീർ ഈ തോടുകളിൽ വീഴാതെ നമുക്ക് കാർഷിക വിപ്ലവത്തിൻ്റെയും പുത്തൻ വഞ്ചിപ്പാട്ടുകൾ പാടാം.